നമുക്കിന്നൊരു ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കിയാലോ? സ്വന്തമായിട്ട് സോയിൽ ക്ലേ ഒക്കെ ചെയ്തിട്ട് അത് വെച്ച് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അതെന്ന് നടക്കുമെന്നറിയാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ അതിനൊന്ന് മാറ്റി വെച്ചേക്കുക. പിന്നെ ഈ ക്ലേ എൻ്റെ കുറെ നാളുകൊണ്ടിരിക്കുകയാണേ, അതുകൊണ്ട് പിന്നെ ഇത് വെച്ച് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഹാർട്ട് ഷേപ്പിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനൊരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് ബട്ടർഫ്ലൈ ഷേപ്പിൽ പേപ്പറൊക്കെ വെട്ടിയെടുത്തതാണ്. പക്ഷെ ക്ലേ തികയതില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാനത് അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്തു. സാരമില്ല, നമുക്ക് സ്വന്തമായിട്ട് സോയിൽ ക്ലേ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് ചെയ്യാം. ഈ വർക്ക് ചെയ്യാൻ ഞാനെടുത്ത ആ കത്തി നിങ്ങൾ ശ്രദ്ധിച്ചോ? അതെനിക്ക് ഫോം ക്ലേയുടെ കൂടെ കിട്ടിയതാണ്. പക്ഷെ പുള്ളീനെ കൊണ്ട് ഞാൻ എല്ലാ പണിയും എടുപ്പിക്കും. കൈമുറിയില്ല എന്നതാണ് ഒരു പ്രധാന കാരണം. പിന്നെ അത് വെച്ച് ചെയ്യാൻ പറ്റാത്ത ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ മറ്റു കത്തികൾ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഞാനിത് ഒരു ദിവസം ഫുൾ ഉണങ്ങാൻ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്താണ് പെയിന്റ് അടിച്ചത്. ഇത്രയും അടിച്ചിട്ട് ഒരു ലുക്ക് ഇല്ലാത്തതുകൊണ്ട് ഒരു പേൾ കളർ ലൈറ്റ് ഷെയ്ഡായിട്ട് കൊടുത്തിട്ടുണ്ട്. തറയിൽ വീണാലും പൊട്ടില്ല എന്ന് മനസ്സിലായില്ലേ? ഞാനിത് അവിടെ തീർന്നു എന്ന് വിചാരിച്ചതാണ്. സംഭവം പൊട്ടാതെ കിട്ടിയത് എന്തോ ഭാഗ്യം. ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.